നേരം പുലർന്നു വരുന്നു. ആ സമയത്താണ് ആ വീട്ടിൽ നിന്ന് ഒരു അലർച്ച കേൾക്കുന്നത്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ വീട്ടിലേക്ക് കുതിച്ചു. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? വല്ലാത്ത രീതിയിൽ അലർച്ചയാണല്ലോ കേട്ടത്. ആർക്കോ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഗ്രാമീണർ എല്ലാം തന്നെ കടോരിയുടെ ആ വീട്ടിലേക്ക് കുതിച്ചു. എന്താണ് സംഭവമെന്ന് എല്ലാവരും തിരക്കി. അങ്ങനെയാണ് ആ സംഭവം എന്താണെന്ന് നാട്ടുകാർ അറിയുന്നത്. അതിരാവിലെ എണീറ്റ രോഹിണി കടോരിക്ക് ചായ ഉണ്ടാക്കി റൂമിലേക്ക് തിരികെ വരുമ്പോൾ കടോരി എണീറ്റിട്ടില്ല. പക്ഷെ എണീക്കാത്ത കടോരിയുടെ ഉടലിന് മുകളിൽ തലയില്ല. തല ആരോ വെട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. രോഹിണി ഞെട്ടിപ്പോയി ബോധം കെട്ട് വീണു. രോഹിണിയുടെ നിലവിളി കേട്ടി വീട്ടുകാരെത്തി അവരും ബോധം കെട്ട് വീണു. കടോരി എന്ന യുവാവ് തലയില്ലാതെ തല നഷ്ടപ്പെട്ടുകൊണ്ട് ഉടൽ മാത്രം ശവശരീരമായിക്കൊണ്ട് അവിടെ കിടക്കുകയാണ്. എല്ലാവർക്കും വലിയ രീതിയിൽ ഷോക്കായി. ആ കാഴ്ച ഒന്നേ ഗ്രാമീണർ കണ്ടുള്ളൂ. കണ്ട മിക്കവരും ബോധം കെട്ട് വീണു. പലരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അവരൊന്നും സിനിമയിൽ പോലും ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർ മോഹാലസ്യപ്പെട്ട് താഴെ വീണു. അത്ര പുലർച്ചെ നിമിഷ നേരം കൊണ്ട് ആ വീട് ഗ്രാമീണരെ കൊണ്ട് ജനസമുദ്രമായി മാറിയെന്ന് തന്നെ പറയാം. ഇത്തരമൊരു ക്രൈം നടന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ എത്തി വിശദമായി പരിശോധിച്ചു. പോലീസിന് കാര്യമായിട്ടൊന്നും തെളിവ് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. കടോരിയുടെ ഈ വീടിന്റെ തൊട്ടു മുന്നിലായിട്ട് ഒരു വീടുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്. അവന്റെ പേര് പഞ്ചം എന്നായിരുന്നു. ഇത്രയും നാട്ടുകാർ ഇവിടെ ഓടിക്കൂടിയിട്ടും ആ കൂട്ടത്തിൽ പഞ്ചം എന്ന പയ്യനില്ല. എന്തായാലും പോലീസ് പഞ്ചം എന്ന പയ്യനെ തേടി ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ